ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദേനെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. തൻ്റെ ഭാഗത്ത് എന്ത് തെറ്റ് പറ്റിയിട്ടാണ് താനിങ്ങനെ അകന്ന് നിൽക്കുന്നത്, എനിക്ക് താനില്ലാതെ പറ്റില്ല, അതുകൊണ്ട് താൻ എൻ്റെ കൂടെ വരണം എന്നൊക്കെ വിക്രം ആഗ്രഹിച്ചും അങ്ങനെ പറയാതെ പറഞ്ഞുമൊക്കെയാണ് വിക്രം ചെല്ലുന്നത് കേട്ടോ. പക്ഷെ വേദ അപ്പാടെ തന്നെ അകറ്റി നിർത്തുകയായിരുന്നു കേട്ടോ. വേദയാണെങ്കിൽ ഇനി ഇതുപോലുള്ള ഡ്രാമകൾ കളിക്കാൻ ഇവിടേക്ക് വരരുത്, ഞാൻ ഇവിടെ നിന്ന് മാറി താമസിക്കും, അങ്ങനെ പല കാരണങ്ങളും ഒക്കെ ഇങ്ങനെ വിക്രമിനോട് പറയാണേ. വിക്രം ചോദിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ വേദ വ്യക്തമായ ഉത്തരങ്ങളല്ല കേട്ടോ നൽകുന്നത്. അങ്ങനെ വേദ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി വിക്രമും തിരിച്ചു പോകുകയാണ്. ആ ഒരു പോക്കിൽ വിക്രമിൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ട് കേട്ടോ, വല്ലാതെ വേദനിക്കുന്നുണ്ട്. വിക്രമിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും കേട്ടോ വേദയുടെ ഈ ഒരു സമീപനം. അങ്ങനെ പിന്നീട് വിക്രമാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറുവശത്ത് വേദയാണെങ്കിൽ വിക്രമിനെ പുറത്താക്കി വാതിലടയ്ക്കുമ്പോൾ ആ വാതിലടയ്ക്കുന്നതിലൂടെ വേദ തൻ്റെ ഹൃദയം പൊട്ടുകയാണ് കേട്ടോ. ആരോടും പറയാനാവാതെ തൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ കടന്ന് സങ്കടങ്ങൾ കടന്ന് നീറുകയാണ് കേട്ടോ. ഈ ഒരു അവസരത്തിൽ ദീപ്തി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. അതായത് വിക്രം വരുന്നതും വിക്രം വന്ന് വിളിക്കുമ്പോൾ വേദ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുന്നതും എങ്കിൽ അതിനുശേഷം വേദ പൊട്ടിക്കരയുന്നതും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുന്നതും എല്ലാം നമ്മുടെ ദീപ്തി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ദീപ്തി പറയുന്നുണ്ട്, ഇതിനൊക്കെ പിന്നിൽ മറ്റാരോ ഉണ്ട്, പുറത്തുനിന്ന് ആരോ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരസ്പരം അത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് ആ വിക്രം ചേട്ടനും അതുപോലെ തന്നെ വേദേച്ചി ആ വിക്രം ചേട്ടനോട് കാണിക്കണതും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് എന്നോടെങ്കിലും ഒന്ന് പറ, ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ ജീവിതം ചേച്ചി കളയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, പലർക്കും വേണ്ടി പലതും നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ചെയ്യണം മോളെ, എന്നാലേ ജീവിതം മുൻപോട്ട് പോകുകയുള്ളൂ. പലർക്കും നമ്മൾ മനസ്സിൽ പല സ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്, അതങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ, ആ ഒരു സ്നേഹം അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവണം എന്നൊക്കെ പറയാനുണ്ടോ. പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, വേദേച്ചി ഇങ്ങനൊന്നും പറഞ്ഞു ഒഴിയല്ലേ, വേദേച്ചി അറിയപ്പെടുന്നൊരു ജഡ്ജിയുടെ മോളാണ്, അതിലുപരി വേദേച്ചി നല്ല കഴിവും പ്രാപ്തിയും തൻ്റെ ഉള്ളൊരു പെൺകുട്ടിയാണ്, അത് വേദേച്ചി മറന്നു പോകരുത്. അല്ലെങ്കിൽ പിന്നെ ഒരു താലിച്ചരട്ടിൻ്റെ പേരിൽ വേദേച്ചി തൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞിട്ടും അതെല്ലാം മാറ്റി നിർത്തിയിട്ട് വേദേച്ചിയുടെ ആ ഒരൊറ്റ കാലിൽ നിന്നില്ലേ. അപ്പോൾ അത്രയും ഗട്സുള്ള വേദേച്ചി ചെറിയൊരു കാരണങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇതാകുന്നത് എനിക്ക് അത്ഭുതം തന്നെയാണ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, വിക്രം ചേട്ടന് ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമുണ്ട്, അതെനിക്ക് വിക്രം ചേട്ടൻ്റെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. പിന്നെ വേദേച്ചിക്കാണെങ്കിൽ അങ്ങോട്ടും വിക്രം ചേട്ടനെ ഒരാളും ഒരു കാര്യം പറഞ്ഞതുപോലും വേദേച്ചി അംഗീകരിക്കില്ലല്ലോ, ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് മറ്റാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും വേദേച്ചി വിക്രം ചേട്ടനെ ഒഴിവാക്കിയേക്കരുത്, എല്ലാ പ്രശ്നങ്ങളും തൻ്റെ അടുത്തോടെ നിന്ന് അങ്ങ് പോരാടണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനും കേട്ടോ. ഈ സമയത്ത് വേദ നിറ കണ്ണുകളോടെ ഓരോന്ന് പറയുന്നത് കാണുമ്പോൾ ദീപ്തിക്കും സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഇല്ല ഇനി ഈ ബന്ധം ശരിയാവില്ല മോളെ, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇത് അവസാനിച്ച് കഴിയുമ്പോൾ എൻ്റെ അച്ഛനും ആങ്ങളയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുമല്ലോ, അമ്മയ്ക്കും ഒക്കെ സന്തോഷമാകുമല്ലോ, ആർക്കും പിന്നെ ഞാൻ കാരണം ഒരു ബാധ്യത ആവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ റൂമിലേക്ക് പോകുകയാണേ. ഇതെല്ലാം കണ്ടിട്ട് ദീപ്തി പറയുന്നുണ്ട്, വേദേച്ചിനും വിക്രം ചേട്ടൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് എന്തായാലും ഇത് കണ്ടെത്തുക തന്നെ വേണം, അല്ലാതെ ഒരു രക്ഷയില്ല, എൻ്റെ ചേച്ചി അത്രമാത്രം വിക്രം ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദീപ്തിയാണെങ്കിൽ വരുണുണ്ടല്ലോ, വരുണിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല, അവരത്രമാത്രം നല്ല കപ്പിൾസാണ്, പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു. പിന്നെ ഇതെന്താ സംഭവിച്ചെന്നറിയില്ല, അവർക്കിടയിൽ ആരോ ഒരു മൂന്നാമതൊരാൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ വരുണും പറയുന്നുണ്ട്, അത് നീ അങ്ങ് സോൾവ് ചെയ്യും, നല്ലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കറിയാമല്ലോ വിക്രം ചേട്ടന്, വിക്രമാണെങ്കിൽ നല്ലൊരു മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ നിൻ്റെ ചേച്ചിയെ പൊന്നു പോലെ നോക്കുകയും ചെയ്യും, എന്ത് പ്രശ്നമാണെങ്കിലും അത് നീ ഒന്ന് കണ്ടെത്തി അത് പരിഹരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഫുൾ സപ്പോർട്ട് വരുന്നു നൽകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദീപ്തിയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയോട് സംസാരിക്കുന്ന കേൾക്കാണ്. അതായത് കാര്യങ്ങളെല്ലാം നമ്മുടെ ഒപ്പം എത്തുകയാണ്, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്ന് നീങ്ങുകയാണ്. എന്തായാലും ആ വിക്രം അവനെ ഇവിടുന്ന് അടിച്ചു തോരത്തി, ഇനി അത് വേരോടെ ഈ ബന്ധം നമുക്ക് മാറ്റാൻ കഴിയും, അത് വേദ തന്നെ പറയുന്നത് കൊണ്ട് ആരും നമ്മളെ സംശയിക്കുകയില്ല, അവൾ തന്നെ അവനെ പറിച്ചെറിയുന്നതെന്ന് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറയാൻ കിട്ടും. അങ്ങനെ നമ്മുടെ സ്റ്റാറ്റസിന് ഒത്തൊരു ചെറുക്കൻ തന്നെ ഈ തറവാട്ടിലേക്ക് കയറി വരും.
പിന്നെ വിക്രം ഈ വീട് ഭരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ദീപ്തി കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദീപ്തി മനസ്സിലാക്കുകയാണ് ഇതിനൊക്കെ പിന്നിൽ ശ്രീകാന്ത് ആണെന്നും ശ്രീകാന്തിൻ്റെ മുൻപിൽ കുറേ പദ്ധതികളുണ്ട് എന്നും ആ ഒരു വലയിൽ വീണു പോയതാണ് ചേച്ചി എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഏകദേശം ഒരു രൂപം നമ്മുടെ ദീപ്തിക്ക് കിട്ടുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ ഫോളോ ചെയ്യാൻ കേട്ടോ ദീപ്തി. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നതും ഗൂഢാലോചന നടത്തുന്നതും അതുപോലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ട് സംസാരിക്കുന്നതും വിക്രമിനെ ചതിക്കുന്നതും ഒക്കെ ഇങ്ങനെ നമ്മുടെ ദീപ്തി ആണെങ്കിൽ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ദീപ്തിയും വരുണും ചേർന്ന് ഇതെല്ലാം കണ്ടെത്തുകയാണ്. അങ്ങനെ ദീപ്തി ആണെങ്കിൽ നേരെ വരുന്നത് നമ്മുടെ വേദിയുടെ അടുക്കിലേക്കായിരിക്കും കേട്ടോ. എന്നിട്ട് വേദിയോട് പറയുന്നുണ്ട്, ചേച്ചി എന്താ തീരുമാനിച്ച് എന്ത് തീരുമാനിച്ചെന്ന് നീ ചോദിക്കുന്നത്? അല്ല വിക്രം ചേട്ടൻ്റെ കാര്യം എന്ത് തീരുമാനിച്ചു? ചേച്ചി ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനാണോ തീരുമാനിച്ചത് ഡിവോഴ്സൊക്കെ ചെയ്തിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ, ഇനി പ്രത്യേകിച്ച് അതിലൊന്നും തീരുമാനിക്കാനില്ല, അത് അടഞ്ഞുപോയ അധ്യായമാണ്, അതിനി തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, എന്നാൽ ചേച്ചി അങ്ങനെ ആ ഒരു വാക്കുകളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു തരിക, ആ അധ്യായം നമുക്ക് തുറക്കുക തന്നെ വേണം. ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ പുന്നാര ഏട്ടനല്ലേ, പെങ്ങന്മാരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന പുന്നാര ആങ്ങളയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ അത്ഭുതത്തോടു കൂടി നോക്കുകയാണേ. കാരണം എങ്ങനെ ഇവരിതൊക്കെ അറിഞ്ഞു എന്നുള്ള ഒരു ഇതിൽ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് മോളെ നീ എന്തായി പറയുന്നത്? ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത്, ഒന്നും അറിയാതെ സംസാരിക്കുകയല്ല ഞാൻ, എല്ലാം എൻ്റെ കയ്യിൽ തെളിവുകൾ സഹിതമുണ്ട്. ചേച്ചിയും വിക്രമിനെ പിരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഏട്ടനാണല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ വിക്രം ചേട്ടൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതും അതുപോലെ തന്നെ ചേച്ചിയെ കൊണ്ട് മ്യൂച്വൽ ഡിവോഴ്സിന് ഒപ്പിടിപ്പിച്ചതുമൊക്കെ ഇതെല്ലാം നമ്മുടെ ചേട്ടൻ്റെയും ചേട്ടൻ്റെ അമ്മായപ്പൻ്റെയും കുബുദ്ധികളാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും കേട്ടോ. ആ ഒരു സമയത്ത് വേദ പറയുന്നുണ്ട്, ഇതിനു മുൻപിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് വിക്രമിൻ്റെ അച്ഛൻ, അത് എൻ്റെ അച്ഛനായിട്ട് എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു മനുഷ്യന് ഒരു ആപത്ത് സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. എനിക്ക് അത്രമാത്രം അദ്ദേഹത്തെ ഇഷ്ടമാണ്. എന്നെ എല്ലാവരും അകറ്റി നിർത്തിയപ്പോഴും അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുമായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ജീവിതം വേണം, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു എന്നെ മാറ്റി നിർത്തിയത്. അല്ലാതെ ഒരിക്കലും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ അച്ഛനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ദീപ്തി പറയുന്നുണ്ട്, ആഹാ ചേച്ചിയുടെ സംസാരങ്ങൾ കേട്ട നമ്മുടെ അച്ഛനെക്കാട്ടിലും ചേച്ചിക്ക് ഇപ്പോൾ ഇഷ്ടം വിക്രം ചേട്ടൻ്റെ അച്ഛനെയാണെന്ന് തോന്നുമല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ എൻ്റെ അച്ഛൻ വിക്രമിൻ്റെ അച്ഛൻ എന്നൊന്നും എനിക്കില്ല, അതും എൻ്റെ സ്വന്തം അച്ഛനെ പോലെ അടി ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ വിക്രമിനെ തല്ലിക്കൊല്ലുമെന്നും വിക്രമിനെ അപായപ്പെടുത്തുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഭയന്നു പോയി. എൻ്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല, വിക്രമിൻ്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കണം, ഞാൻ കാരണം അവർക്ക് ഒരു ആപത്തും വരരുത്, അത് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കരയുമ്പോൾ നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, എല്ലാം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് ചേച്ചി, നമ്മുടെ ചേട്ടനെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഞാൻ തുറന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നീ കാര്യം അറിയാതെ നീ ഒന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ, ഇനി ഇതിന് പിന്നിൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. പിന്നെ വിക്രമിനോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച ചേട്ടൻ കാരണം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം, അതുകൊണ്ട് അവരുടെ ജീവന് ഒരു പോർല് പോലെ ഏൽക്കരുത്, അതുകൊണ്ട് നീ ഒന്നിനും തുനിയണ്ട, എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് മുൻപോട്ട് പോയിക്കോട്ടെ, എനിക്കും വിക്രമിനും ഒരുമിച്ച് ജീവിക്കാനുള്ള വിധി ഈശ്വരൻ തന്നില്ലായിരിക്കാം, അങ്ങനെ കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് ആവില്ലെങ്കിലോ, നിങ്ങളെ ഒരുമിപ്പിച്ചിട്ടേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദീപ്തി പറയുന്നുണ്ട്, എല്ലാം തെളിയിച്ചിട്ടായിരിക്കും ഇനി ഞാൻ ചേച്ചിയുടെ മുൻപിലേക്ക് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദീപ്തി ആണെങ്കിൽ അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോകുകയാണ്. ഈ ഒരു സമയത്ത് വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നീ വന്നതാണോ, നിൻ്റെ ചേച്ചി പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്, അല്ലച്ച അതിന് ചേച്ചിയല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അവൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് എനിക്ക് അത്ര അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, പിന്നെ അവൾ ഒപ്പിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവൾക്ക് വേണ്ടി സപ്പോർട്ട് പിടിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇതിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അച്ഛൻ മനസ്സിലാക്കിയതും അച്ഛൻ കണ്ടതും ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ, അതുക്കും മേലെ അച്ഛൻ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ അനന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് കാര്യങ്ങൾ സംഭവിച്ചെന്ന് നീ പറയുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഒന്ന് തെളിച്ചു പറ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദീപ്തിയാണെങ്കിൽ പറയുന്നുണ്ട്,
അച്ഛാ എത്രയൊക്കെ പറഞ്ഞാലും വിക്രം ചേട്ടന് ഇഷ്ടമല്ലാതാണ് വേദേച്ചി വിവാഹം കഴിച്ചത്. പലപ്പോഴും വിക്രം ചേട്ടനാണെങ്കിൽ വേദേച്ചിയോട് അവരുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൊണ്ടൊന്നുമല്ല. അത് വേദേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ, നല്ലൊരു പഠിപ്പ് ഉണ്ടാകാൻ, നല്ലൊരു ഭർത്താവ് ഉണ്ടാകാൻ, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് വിക്രം ചേട്ടന് വേദേച്ചി അകറ്റി നിർത്തിയതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിച്ചത്. എന്നിട്ടും വേദേച്ചി ആണെങ്കിൽ വേദേച്ചിയുടെ ആ ഒരു വിശ്വാസപ്രകാരം വേദേച്ചി അവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇത്രയും കാലം നമ്മളൊക്കെ വിളിച്ചിട്ടും എന്തൊക്കെ സംഭവിച്ചിട്ടും അവിടെ അതുപോലെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും വേദിച്ച് അവിടെ ഒന്നും തളർന്നു പോയിട്ടില്ല. എല്ലാ സമയത്തും ആ വീട്ടുകാരെ വേദിച്ച് കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ദീപ്തി പറയുന്നുണ്ട്, ഇപ്പോൾ വേദിച്ചിക്ക് മുൻപിൽ മറ്റൊരു വഴിയില്ലാതെ ഈ ഡിവോഴ്സും ഈ വീട്ടിൽ വന്ന് നിൽക്കലും എല്ലാം. അല്ലാതെ വേദിച്ച് മനസ്സുകൊണ്ട് വിക്രം ചേട്ടനെ വെറുത്തിട്ടോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തൊക്കെയായി പറയുന്നത്? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് തെളിച്ചു പറ എന്ന് പറയുമ്പോൾ ദീപ്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതും അങ്ങനെ എല്ലാ സംഭവ വികാസങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ ഇതെല്ലാം വിശ്വസിക്കാൻ വിസമ്മതിക്കുമ്പോൾ ശ്രീകാര്യം ശ്രീനിവാസനും ഒക്കെ ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ വീഡിയോ നമ്മുടെ ദീപ്തിയാണെങ്കിൽ അച്ഛന് മുൻപിൽ കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛനെ നിന്നൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ദീപ്തി പറയുന്നില്ല, ഞങ്ങളുടെ പുന്നാര ആങ്ങളുണ്ടല്ലോ അച്ഛൻ്റെ മൂത്ത പുത്രൻ, അവനെ പോലെ ലോകത്ത് വേറൊരു ഫ്രോഡില്ല. അവനിപ്പോൾ വിചാരിച്ചിരിക്കുന്നതേ വിക്രം ചേട്ടൻ ഇവിടെ വന്നിട്ട് ഈ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കുമെന്നും പറഞ്ഞിട്ട് അവൻ ഇത്ര മാത്രം വെറുപ്പ്. അതുമല്ല വിക്രം ചേട്ടനെ അവൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് പോരല്ലോ അതിന് വേണ്ടിയിട്ട് പെങ്ങളുടെ ജീവിതം തകർന്നാലും സാരില്ല, അവൻ്റെ മഹിമയും അവൻ്റെ യശസ്സും പേരും പെരുമയും ഒക്കെ ഉയർന്നു നിൽക്കണം. അതും മാത്രമുള്ള അവൻ്റെ മനസ്സിൽ. അതിനുവേണ്ടി ആരെയും കൊല്ലാൻ പോലും എൻ്റെ പൊന്നാങ്ങളം മടിക്കില്ല. അച്ഛനറിയാമോ, വിക്രമിനെ കൊല്ലുന്ന വധഭീഷണി വരെ ചേച്ചിയോട് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞില്ല, ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ച ആ ഒരു ഡിവോഴ്സ് നോട്ടീസിൽ ചേട്ടൻ ഒപ്പിടിപ്പിച്ചത്, അല്ലാതെ ചേച്ചി മനസ്സറിഞ്ഞ് ഒപ്പിടിപ്പിച്ചതല്ല അച്ഛാ. അച്ഛന് വിഷമമുണ്ട്, ഞങ്ങൾക്കറിയാം. അച്ഛൻ വളരെ സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ ഒരിക്കലും ചേച്ചി പ്രണയിച്ച് ഒളിച്ചോടിയോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയതല്ലല്ലോ. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചേച്ചിക്ക് അങ്ങനെ ജീവിക്കേണ്ടി വന്നതല്ലേ, അല്ലാതെ നമ്മളെ മറന്നൊന്നും ചേച്ചി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ ചേച്ചിയോട് അച്ഛനെ ക്ഷമിച്ചൂടെ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവരെ ഒരുമിപ്പിച്ച് ജീവിപ്പിച്ചൂടെ അച്ഛൻ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ നമ്മുടെ വേദയുടെ അച്ഛനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ദീപ്തിയാണെങ്കിൽ റൂമിൽ നിന്നും പോകുകയാണേ. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ദീപ്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് കാലനായിട്ട് അവൻ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. എൻ്റെ മോളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ, അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛനാണെങ്കിൽ വേദയുടെ റൂമിലേക്ക് ചെല്ലുകയാണേ. ആ ഒരു സമയത്തും വേദ കണ്ണുകളെല്ലാം കലങ്ങിയ കണ്ണുകളോട് കൂടി കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും കേട്ടോ. പെട്ടെന്ന് അച്ഛൻ മോളേന്ന് വിളിക്കുമ്പോഴത്തേനും എന്താ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണേ. എന്താ മോളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, ആകെ കലങ്ങിയിരിക്കുന്നല്ലോ, മോള് കരഞ്ഞോ? ഇല്ല അച്ഛാ. മോള് കരഞ്ഞോ? അത് എനിക്കറിയാലോ, നിന്നെ പോറ്റി വളർത്തിയ അച്ഛനല്ലേ, ആ അച്ഛൻ്റെ മുൻപിൽ കള്ളം പറഞ്ഞ് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് സങ്കടം വന്നുവെച്ചാൽ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിൻ്റെ കൺട്രോളിലൊന്നുമല്ല, ഇപ്പോൾ സങ്കടം വന്നപ്പോൾ കരഞ്ഞു പോയതാ എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതിന് നിനക്ക് സങ്കടം വരാൻ എന്താ കാരണം? നിനക്ക് വേണ്ടാന്ന് വെച്ച ആളെ നീ വലിച്ചെറിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി നിനക്ക് പുതിയൊരു ജീവിതമുണ്ട് എന്നൊക്കെ പറയുമ്പം അത് നമ്മുടെ വേദ ഇങ്ങനെ കരയാണേ. ഇത് കാണുമ്പോൾ അച്ഛന് സങ്കടമാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞ നിനക്ക് പുതിയൊരു ജീവിതം എന്ന് പറഞ്ഞത് നിൻ്റെ ആ ഒരു ഭർത്താവിനൊപ്പം തന്നെയാണ്, അതായത് വിക്രമിനൊപ്പം. ഞാൻ വിക്രമിനെ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി മോളെ. വിക്രമിനെ മാത്രമല്ല പലരെയും, എൻ്റെ മോൻ ഉൾപ്പെടെയുള്ളവരെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇപ്പോൾ ദീപ്തിയാണ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോള് വിക്രമിൻ്റെ കൂടത്തിൽ ആ വീട്ടിൽ മോള് ജീവിക്കും. മോള് വിഷമിക്കില്ല കേട്ടോ, മോള് സങ്കടപ്പെടേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഈ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ഡിവോഴ്സ് പേപ്പർ അച്ഛൻ്റെ കയ്യിൽ നമ്മുടെ ശ്രീകാന്ത് കൊണ്ടു കൊടുക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇത് കണ്ടോ, അച്ഛൻ്റെ പുന്നാര മോള് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇതോടുകൂടി അവർ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കുകയാണ്. വേദയ്ക്കാണെങ്കിൽ ഇപ്പോൾ വിക്രമിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ആട്ടി ഓടിച്ചത് കൊണ്ടും വിക്രമും ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടോളും. അങ്ങനെ നമ്മുടെ പദ്ധതികളും കാര്യങ്ങളും എല്ലാം സക്സസ് ആവുകയാണ് വെച്ചാൽ ഇനി നമ്മുടെ പേരിന് പ്രശസ്തിക്കോ അല്ലെങ്കിൽ ആരും നമ്മളെ കാറി തുപ്പത്തില്ല, ആരും നമ്മളെ കളിയാക്കത്തില്ല. വേദ ആ ദർശനം
ദർശനെ കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അച്ഛ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴായിരിക്കും വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. നമ്മുടെ വേദയുടെ അച്ഛൻ ശങ്കരനാരായണനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ചെവിക്കല് തീർത്ത് ഒരെണ്ണം കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ ഡിവേഴ്സ് പേപ്പർ മേടിച്ച് കീറിക്കളയുമ്പോൾ എന്താ അച്ഛനെ കാണിക്കുന്നത്, ഇത് ഒപ്പിക്കാൻ പെട്ടപാട് എനിക്കറിയുള്ളൂ, അച്ഛൻ എന്തിനത് കീറിയത് എന്ന് ചോദിക്കുമ്പോൾ നീ ഇത് ഒപ്പിച്ചത് നേരായ മാർഗത്തിലൂടെ ഒന്നും അല്ലല്ലോ, നീ ഭീഷണിപ്പെടുത്തി വധഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയൊക്കെയല്ലേ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്, അങ്ങനെ ചെയ്യാൻ നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ്. ഇത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്നവരിവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആകെ ശകാരിക്കാൻ കേട്ടോ. എല്ലാവരുടെ മുൻപിൽ നാണം കെട്ടിട്ട് ശ്രീകാന്ത് അങ്ങനെ അകത്തേക്ക് കയറി പോകുകയാണേ. ഈ ഒരു സമയത്ത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ശ്രീകാന്തിനോട് പറഞ്ഞേക്കണം ഇവളെ കൊണ്ടുവന്ന് അവൻ്റെ കൂട്ടത്തിലാക്കണമെന്ന്, അതായത് വിക്രമിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞത്, അവൻ വരുത്തി വെച്ചതെല്ലാം അവൻ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.